എടോ 8 മണി എന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ എത്ര നേരമായിട്ട് തന്നെ നോക്കിയിരിക്കണു. ചീട്ടുകളോടെങ്കിലും കുറെ ആത്മാർത്ഥ കാണിച്ചുകൂടെ? അതെങ്ങനെയാ കയ്യിൽ വീഴുന്ന കാശിന്റെ കറയൊക്കെ ഒന്ന് കഴുകി അടക്കി പറക്കി വെച്ച് ഇവിടം വരെ വരണ്ടേ അല്ലേ? എന്റെ പൊന്ന് താമരച്ചേട്ടാ, പോന്ന വഴിക്ക് ആ പോലീസുകാരൻ അവനെന്നെ പിന്നെയും പൊക്കി. അവനേതാ അവന്റെ കല്യാണക്കുറി അടിച്ചു തരുന്ന പോലെയാ ടിക്കറ്റ് തരുന്നത്. 1 മാസം മുമ്പ് ഇതേ സ്പോട്ടിൽ വെച്ചാണ് ആ പന്നിനെ പൊക്കി. നാട്ടിൽ വല്ല ആയിരുന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ 10 കാശ് കൊടുത്തിട്ടാണെങ്കിലും അവനെ വല്ലോ മലബാറിലേക്കോ ഹൈറേഞ്ചിലേക്കോ എല്ലാം പറപ്പിക്കായിരുന്നു. ഇവിടെ അത് വല്ലതും നടക്കും. റേസിസമാണോ? നമ്മളെപ്പോലെ തൊലിക്ക് നിറം കുറഞ്ഞ ഇന്ത്യക്കാർ താൻ മേടിച്ച കൂട്ടുള്ള വില കൂടിയ കാർ മേടിച്ച് അത് കയറി നടക്കുന്നത് കാണുന്നത് ഈ സായിപ്പുമാർക്കൊന്നും കണ്ടാൽ സഹിക്കുകയില്ല. ഏതെല്ലാം രീതി നമ്മളെ താത്തിക്കെട്ടാമോ അതെല്ലാം ഇവന്മാർ ചെയ്യും. എടോ ഓവർടൈം, എന്തിനാ ഇയാളെ പോലീസ് തടഞ്ഞതെന്ന് താൻ ചോദിച്ചോ? ചുവന്ന ലൈറ്റിൽ വണ്ടി നിർത്താതെ പോകുന്നതിന്. അതിന് ഏത് വർഗ്ഗക്കാരനും കിട്ടുന്ന ശിക്ഷയെ ഇയാൾക്കും കിട്ടിയുള്ളൂ. തെറ്റ് ചെയ്തതിന് പോലീസ് ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണോ റേസിസം ആകുന്നത്? അങ്ങനെ ഇവിടെ വർണ്ണവേദന ഇല്ലാതെ ഒന്നുമില്ല. പണ്ട് ഞാൻ അമേരിക്ക വന്ന സമയത്തേ തലയിലെ എണ്ണ വെച്ചിട്ട് കൂടിപ്പോയതിന് കൂടെ ജോലി ചെയ്ത് നടത്തുന്നതിനെ എന്തുമാത്രം കളിയാക്കിണ്ടെന്ന് സാറിനറിയോ? നേരിട്ട് കാണുമ്പോൾ വെളുക്ക ചിരിച്ചുകൊണ്ട് ഹൗ ആർ യു, താങ്ക് യു എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവന്മാർക്ക് നമ്മളോടൊക്കെ വെറുപ്പാണോടോ. ഓസ്ട്രേലിയയിലും ഗൾഫിലും ഒക്കെ നടക്കുന്നത് പോലെ അടിയും തുപ്പും ഒന്നും ഇവിടെ സഹിക്കേണ്ടി വരുന്നില്ലല്ലോ. തൊലി വെളുത്ത ഒരു അമേരിക്കക്കാരന് കിട്ടുന്ന ഏത് അവകാശമാണോ തനിക്ക് ഇവിടെ കിട്ടാതെ പോയത്? ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇവിടെ എത്തിയ ഈ നേതാവ് ഇന്ന് 8-10 ഗ്യാസ് സ്റ്റേഷൻ്റെ ഒക്കെ മുതലാളിയായത് ഇവിടുത്തുകാരുടെ കൂടി സഹായം ഇല്ലാതെയാണോ? പക്ഷെ സാറേ, പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ആഫ്രിക്കയിൽ നിന്ന് ബോട്ട് കണക്കിന് ആളുകൾ ഇറക്കിയല്ലോ ഇവന്മാർ രാജ്യം പണിഞ്ഞ്. അല്ല, കയ്യെ ചെളി പറ്റുന്ന എന്തെങ്കിലും പണി ഏതെങ്കിലും വിളംബം ചെയ്യുന്നത് സാറ് കണ്ടിട്ടുണ്ടോ? പിന്നെ അടിമകളെ പോരാതെ വന്നപ്പോൾ അവന്മാർ മെക്സിക്കോയിൽ നിന്നും ആളുകൾ ഇറക്കി തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും സാറ് ഈ കക്കൂസി കൈയിടാനും പുല്ല് വെട്ടുവാനൊക്കെ സാറിന് എത്ര ഉളവന്മാരെ കിട്ടുമെന്നാണ് ഈ പറയുന്നത്. എൻ്റെ നേതാവങ്ങളെ, റേസിസം ഇപ്പോൾ ഒന്നുമില്ല. അതൊക്കെ പണ്ട് നിങ്ങൾ ബോട്ട് തന്നെ ഇറങ്ങി വന്നപ്പോഴുള്ളാന്നു. എൻ്റെ കോളേജിൽ പഠിക്കുന്ന വൈക്കേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, അറിയാവോ? വൈഗേൾസ് ഒരു കറമ്പ നമ്മുടെ സുഹൃത്താണെങ്കിൽ അത് ആരോടെങ്കിലും പറയുമോ? അതേസമയം ഒരു വെള്ളക്കാരനാണല്ലോ, അത് എല്ലാവരോടും പറയുകയും ചെയ്യും. ഏത് ചക്കട പരിപാടിക്കും തിരി കൊളുത്താൻ അവനെ വിളിക്കുകയും ചെയ്യും. അത് പിന്നെ ഏത് കരിമാടിക്കൂട്ടനാണെങ്കിലും കല്യാണം കഴിക്കാൻ നേരത്തെ വെളുത്ത പെണ്ണ് വേണമെന്നുള്ളത് വളരെ നിർബന്ധമല്ലേ? പക്ഷേ ഈ കറവന്മാരെക്കാട്ടിലും കുറച്ച് കുളിയും വൃത്തിയും മെനയൊക്കെ ഉള്ളത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാ. കേട്ടില്ലേ? ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ത്യക്കാരേക്കാൾ റേസിസ്റ്റുകളായിട്ട് വേറെ ആരുമില്ലെന്ന്. വീട്ടുവേലയ്ക്കും അടുക്കള പണിക്കും എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ നമ്മൾ ആളെ കൊണ്ടുവരുമെങ്കിലും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതും ഒരു വിധത്തിൽ അടിമപ്പണി തന്നെയല്ലേ? ഇവരത്ര പുരോഗമനവാദികളാണെങ്കിലേ ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആവാൻ 100-200 വർഷം എടുത്തില്ലേ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 60 വർഷത്തിനുള്ളിൽ മുസൽമാനും ഹരിജനും സ്ത്രീ വരെ പ്രസിഡന്റ് ആയില്ലേ? ഒബാമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ വെളുത്ത വർഗ്ഗക്കാർ കൂട്ടം കൂട്ടമായി വോട്ട് ചെയ്തുകൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്. നിങ്ങൾ പറയുന്നത് പോലെ ഇവിടുത്തെ വെള്ളക്കാർ റേസിസ്റ്റുകളായിരുന്നെങ്കിൽ ഒബാമ ഇന്ന് വൈറ്റ് ഹൗസിൻ്റെ പടിപ്പര പോലും കാണുമായിരുന്നോ? സ്ത്രീകളെ ഈ അടുത്ത കാലത്തൊക്കെ പ്രസിഡന്റ് ആക്കുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതൊക്കെ പോട്ടെ സാറേ, ഈ റേസിസം കാരണമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള നേഴ്സുമാരുടെ വീസയൊക്കെ നിർത്തലാക്കാൻ പോകുന്നത് കേട്ടത്. ഹോസ്പിറ്റലിൽ ഒരു 10 മലയാളികളെ വർത്താനെങ്കിലും പറയാൻ കിട്ടിക്കൊണ്ടിരുന്ന ഇനിയിപ്പോൾ അതും നടക്കത്തില്ല. ഹോൾ വേൾഡിൽ റേസിസം ഇല്ലാത്ത ഓരോ സ്ഥലമുണ്ട്. അതെവിടെ കൊച്ചാപ്പി? നിന്റെ വീടായിരിക്കും അല്ലടാ പോയി? അല്ല, കസീനോ. അവിടെ ഇന്ത്യൻകാര്, ചൈനക്കാര്, സ്പാനിഷ്കാര് ആരാണെങ്കിൽ പൈസ കൊടുത്ത് അവർ ഹാപ്പി ആയിട്ട് എടുത്തോളും.